പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി. കണ്ണാലേ പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി. മേലെ വിണ്ണിൻ മേഘങ്ങൾ പോലും വിരലാൽ കോർത്തിടാൻ ലോകം ചുറ്റിയെത്തുന്ന മനസ്സാൽ സ്വർഗം തീർത്തിവൾ. ശലഭമായി സ്വപ്നമോഹ തീരമൊന്നായി തേടുവാൻ ഒരുമയോടെ ഉയരിലൊന്നായിരു കരങ്ങൾ ചേർത്തവൾ. ഉൾത്തൊടും ഉശിരുമായി വന്നിവൾ. ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ, ആൺ പിറന്നോൾ. ഏയ്, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ, ഞാനിവിടെ ഇരുന്നോളാം. ആ, ചെന്നാട്ടെ. എന്തിനാ മുരളിയുടെ വിപിയേട്ടനോട് കള്ളം പറഞ്ഞത്? ഉള്ള കാര്യം തുറന്നു പറയായിരുന്നില്ലേ? പറഞ്ഞ വിപി എങ്ങനെ റിയാക്ട് ചെയ്യുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. പാവം, അപ്പുവിനെ പൂർണ്ണമായിട്ടും മറന്ന പോലെയാണല്ലോ വിപിയേട്ടന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ. ഇനിയിപ്പോ മാളും ഇവിടെ ഇല്ലെന്ന് എങ്ങനെയാ വിപിയേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കുന്നേ? എന്തേലും ചെയ്യാം. ഞാൻ ആദ്യം ഗീതയൊന്ന് വിളിക്കട്ടെ. ചിലപ്പോ ഗീതയുടെ അപ്പുവിന്റെ കണ്ണുവെട്ടിച്ചായിരിക്കും ഇവിടേക്ക് വന്നത്. അത് ശരിയാ. പാവം ഗീതേച്ചി വിപിയേട്ടനെ കാണാതെ ആകെ വിഷമിക്കുന്നുണ്ടാവും. ഞാൻ വിവരം വിളിച്ചു പറയാം. നീ എപ്പോഴും വിപിക്ക് ഒരു കോഫി എടുക്ക. ചെല്ല്. വിപി, വിപി ഇതെവിടെ പോയി? എന്തായി അപ്പു? വിപി റോഡിലെങ്ങാനും ഉണ്ടോ? ഏയ് ഇല്ല, ആള് കിട്ടിയ അവസരം മുതലെടുത്ത് ഇറങ്ങി പോയതാന്നാ തോന്നുന്നത്. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ എപ്പോഴും അമ്മയോട് പറയാറില്ലേ, BP വിശ്വസിച്ച് അമ്മ മറ്റെങ്ങും പോരുതെന്ന്. ഞാൻ കിച്ചണിൽ തന്നെ ഉണ്ടായിരുന്ന അപ്പു. ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോ വിപി റൂമിലുണ്ടായിരുന്നു താനും. എന്നിട്ടിപ്പോ ആളെവിടെ? കണ്ണ് ചിമ്മുന്ന നേരം മതി VPക്ക് ഇതുപോലുള്ള പരിപാടി ഒപ്പിക്കാൻ. ഫ്രണ്ട് ഡോറും ഗേറ്റും എപ്പോഴും ലോക്ക് ചെയ്തിടണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാ. എത്ര അനുഭവം ഉണ്ടായാലും അമ്മ പഠിക്കില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാ അപ്പു? ഞാനൊന്ന് പോയി നോക്കിയാലോ? വിപി അധിക ദൂരം ഒന്നും പോവാൻ ചാൻസ് ഇല്ല. മുരളിയാ വിളിക്കുന്നേ. ഹലോ മുരളി. ഹലോ, വിപി ഇല്ലേ ഗീത എവിടെ? ഇല്ല മുരളി, ഞാൻ ഇടയ്ക്കൊന്ന് കിച്ചണിലേക്ക് പോയ സമയത്ത് വിപി എവിടെ ഇറങ്ങിപ്പോയി. മുരളി വഴിയിലെങ്ങാനും കണ്ടോ വിപിയെ? പേടിക്കണ്ട, ആളിവിടെ എത്തിയിട്ടുണ്ട്. ഓ, അവിടെ എത്തിയോ? അതെങ്ങനെ? അതേന്നേ, ചോദിച്ചപ്പോ മാളുവിനെ കാണാൻ വന്നതാണെന്നാ പറഞ്ഞേ. എനിക്ക് അപ്പോഴേ തോന്നി ഗീതയുടെ കണ്ണു വെട്ടിച്ചാവും വന്നതെന്ന്. ഈശ്വര, ഇപ്പോഴാ സമാധാനമായത്. വിപി എവിടെയാ മുരളി? ഗീത വിഷമിക്കണ്ട, ആളിവിടെ ഉണ്ട്. മാളുവിന്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും വിപിയുടെ ഓർമ്മയിലില്ല. ഞങ്ങളായിട്ടത് പറയാനും പോയില്ല. മാളു ഇവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോ വരുന്നവരെ വെയിറ്റ് ചെയ്യാന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കുക. മുരളി, ആളെങ്ങോട്ടെങ്കിലും പോവാതെ നോക്കണേ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. ഏയ്, ഗീത ബുദ്ധിമുട്ടുണ്ട. വിപിയെ ഞാനങ്ങ് കൊണ്ടുവന്നോളാം.
ചിലപ്പോ ആള് തനിച്ചു വന്നോളന്നൊക്കെ പറയും. അത് സമ്മതിക്കരുത് കേട്ടോ. മുരളി കൂടെ വേണം. ഹേയ്, ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ ഞാൻ അതിന് വേണ്ടതുപോലെ ചെയ്തോളാം. ആളൊന്ന് ഫ്രീ ആവട്ടെ, ഞാനങ്ങ് എത്തിച്ചോളാം. ഓക്കെ? ശരി മുരളി. VP മാളുവിന്റെ വീട്ടിലുണ്ട്. മുരളി ഇങ്ങ് എത്തിച്ചോളാന്ന്. സമാധാനമായി. എന്തായി മുരളിയേട്ടാ? ഗീതേച്ചി എന്ത് പറഞ്ഞു? നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഗീതയപ്പോ അറിയാതെയാ അവിടുന്ന് വന്നേക്കുന്നത്. VP കാണാതെ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു പാവം. ആളിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാ സമാധാനമായത്. കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഗീതേച്ചി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞോ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ചിലപ്പോൾ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്ക് ഗീതയോട് പിണങ്ങി എവിടേക്കെങ്കിലും പോയാലോ? അത് ശരിയാ. ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനായിട്ട് ഗീതേച്ചിക്ക് പറ്റേയില്ല. ഞാൻ പോയി VP ഒന്ന് വിളിച്ചിട്ട് വരാം. അധിക സമയം ഇവിടെ നിർത്തുന്നത് റിസ്ക്കാ. നീ കോഫി എടുത്തു പോയി. 29 അല്ല, മാളവിക എന്താ അത്ര ലേറ്റ് ആവുന്നത്? ഏത് ഫ്രണ്ടിനോടൊപ്പാ പോയിരിക്കുന്നത്? ആരെ കാണാൻ? എപ്പോ വരും പറഞ്ഞിട്ടാ പോയത്? മാളു ഇപ്പൊ വിളിച്ചിരുന്നു. ആ, എന്നിട്ട് എന്ത് പറഞ്ഞു? ഒരു 10-15 മിനിറ്റിനകം വരുമെന്ന് പറഞ്ഞു. ഓ, 15 മിനിറ്റോ? അപ്പൊ ഇനിയും 15 മിനിറ്റ്. ആ, സാരമില്ല. ഇത്രയും വെയിറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനിയൊരു 15 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം, അല്ലേ? അത് ശരിയാ. VP വാ, നമുക്ക് അകത്തിരിക്കാം. ഹേയ്, നോ പ്രോബ്ലം. ഞാനിവിടെ ഇരുന്നോളാം. ഇവിടെ ആവുമ്പോ നല്ല കാറ്റും ഉണ്ട്. മാളവിക വരുമ്പോ കാണും ചെയ്യാം. അതല്ലോ VP, അശ്വതി VPക്ക് വേണ്ടി കോഫി എടുത്തിട്ടുണ്ട്. അത് കുടിച്ച് നമ്മളൊന്ന് സംസാരിച്ചിരിക്കുമ്പോഴേക്കും മാളു ഇങ്ങെത്തും. അതുവരെ VP ഒറ്റയ്ക്കിരുന്ന് എന്തിനാ ബോറടിക്കുന്നത്? വന്നേ, കോഫി തണുക്കും. ആ, അത് ശരിയാ. കോഫി കുടിച്ചിരിക്കുമ്പോഴേക്കും ആളിങ്ങെത്തുമായിരിക്കും. പിന്നെ VP വാ. ആ, എന്നാ പോവാ. വാ. VP ഇരിക്കെ. കോഫി കുടിക്ക് VP-ട്ടാ. ആ, അശ്വതി എവിടെയോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. എവിടെയായിരുന്നു? ബാങ്കില്. ആ, യെസ് യെസ്. ഇപ്പോഴും ആ പഴയ ബ്രാഞ്ചിൽ തന്നെയാണോ? അല്ല, അവിടുന്നൊക്കെ ട്രാൻസ്ഫർ ആയി. ഇപ്പോ കുറച്ചു നാളായിട്ട് ഞാൻ ലീവിലാ. അതെയോ? എന്തു പറ്റി ലീവ് എടുക്കാൻ? അത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ലീവ് എടുത്തതാ. ഓ, അത് ശരി. ഇത് മാളുവല്ലേ? മാളവിക. അതെ. VPക്ക് അവളെ ഓർമ്മയില്ലേ? പിന്നെന്താ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇതും മാളുവാ. മാളു തന്നെയാ. എങ്കിൽ അതാരൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞേ. പറഞ്ഞേ VP. അതില് മാളുവിന്റെ കൂടെ ആരാ നിൽക്കുന്നതെന്ന് VPക്ക് മനസ്സിലായി.
മാളുവിന്റെ കൂടെ നിൽക്കുന്നതേ അപ്പുവ, വി പിയുടെ അപൂർവ. നോ, ഇത് അവളൊന്നുമല്ല. ഏയ്, നിൽക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. വി പിക്ക് മാളുവിനെ കാണണ്ടേ? എന്നെ വിട്, എനിക്കാരും കാണണ്ട. വി പി ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ പറയട്ടെ. വിടരുത്. വി അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും മുരളിയേട്ടാ? ഷോ, വിപിയുടെ വീട്ടിലേക്കല്ല പോകുന്നെന്ന് തോന്നുന്നു. ഗീതയേച്ചോട് ഇനി നമ്മൾ എന്തു പറയും? ആളെ ഇനി തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഞാൻ എന്തേലും പറഞ്ഞ് സമാധാനപ്പെടുത്തി വീട്ടിലാക്കിയിട്ട് വരാം. പിന്നെ ഗീത വിളിക്കുകയാണെങ്കിൽ ഇതൊന്നും പറയാൻ നിൽക്കണം, കേട്ടല്ലോ? ഞാൻ വി പിയും കൊണ്ട് അങ്ങോട്ട് വരുവാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരി. വി പി നിൽക്ക്. വി പി ഒന്ന് നിൽക്ക്. ഇതെങ്ങോട്ടാ? താനെന്താ ഇവിടെ? അത് പറയാം. ആദ്യം വി പി എങ്ങോട്ടാ പോന്നെന്നൊന്ന് പറയും. എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. ആരെ കാണാനെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവിടാം. വി പി വാ, നമുക്ക് ഒരുമിച്ച് പോവാം. വേണ്ടെന്നേ, ഞാൻ തനിച്ചു പോയിക്കോളാം. താൻ പൊക്കോ. അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് പോവാം. വാന്നേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ വരുന്നില്ല. എടുത്ത് പോകാനും സമ്മതിക്കും. വി പി അവിടെ നിന്നേ. ആരെ കാണാനാ പോകുന്നെന്തെങ്കിലും പറ. അതൊന്നും താൻ അറിയേണ്ട കാര്യമില്ല. എനിക്കിഷ്ടമുള്ളവരെ ഞാൻ കാണാൻ പോകും. അതിലൊന്നും മറ്റുള്ളവരെ ഇടപെടേണ്ട കാര്യമില്ല. എനിക്കറിയാം, വി പി മാളുവിനെ കാണാനല്ലേ പോന്നേ. അതെങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്കറിയാം. ഞാനും മാളുവിനെ കാണാനായിട്ട് ഇറങ്ങിയതാ. മാളു എവിടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. ശരിക്കും? അതേന്നേ. മാളു അവളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലുണ്ട്. ഞാൻ അവളെ പിക്ക് ചെയ്യാൻ ഇറങ്ങിയതാ. വി പിക്ക് മാളുവിനെ കാണണമെങ്കിൽ എന്റെ കൂടെ വാ. എങ്കിലത് നേരത്തെ പറയണ്ടേ? സോറി, ഞാൻ നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. അത് സാരമില്ല. വി പി വാ, നമുക്ക് പോവാം. അല്ല, നമ്മള് നേരെ മാളിനടുത്ത് ചെയ്യാനല്ലേ പോണത്? അതേന്നേ. വാ, എന്നാ പോവാം. ഇങ്ങോട്ട് വന്നു. വാ. ഈ വീട് വി പി വാ. ഞാൻ വി പി? അല്ല, ഇത് നമ്മുടെ വീടല്ലേ? അതെ. മാള് ഇവിടെ ഉണ്ടോ? അവളെപ്പോ വന്നു? മാളിവിടെ ഇല്ല. ഇപ്പൊ വരാൻ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വരുമല്ലോ അല്ലേ? വരുന്ന ഞാനല്ലേ പറയുന്നത്. വി പി വാ. അല്ല, മുരളി എന്താ ഇവിടെ? മാളിനെ കൊണ്ടുപോകുന്നതാണോ? അവൾ വന്നാ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞേ വിടും. ചിലപ്പോ ഇന്ന് അങ്ങോട്ട് വിട്ടില്ലെന്നും വരും. മതി, വി പിയുടെ സൗകര്യം പോലെ ചെയ്തോളൂ. അല്ല, പിന്നെന്തിനാ മുരളി ഇവിടെ നിൽക്കുന്നു? മാള് വരുമ്പോ അവളുടെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. പൊക്കോ പൊക്കോ. ഒന്ന് അടങ്ങുന്നുണ്ടോ വി പി? ആരോട് എന്ത് സംസാരിക്കണമെന്ന് വല്ല വിചാരമുണ്ടോ? ഞാനതിന് ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരോട് പെരുമാറുന്നെങ്കിലേ മാളു ഇനി ഇങ്ങോട്ട് വരാനേ പോകുന്നില്ല. പോട്ടെ ഗീത, എന്നോട് വി പിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതൊന്നും കാര്യമാക്കണ്ട. അതല്ല മുരളി, എത്രാന്ന് കരുതിയാ എല്ലാം സഹിച്ച് ജീവിക്കുന്നേ? എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂന്ന് വി പിക്ക് അറിയാവുന്ന കാര്യമല്ലേ? എന്നിട്ടും അല്പം മനുഷ്യത്വം കാണിച്ചൂടെ? ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ഇറങ്ങിപ്പോയത്. മുരളിയുടെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യായിരുന്നു? എന്നോട് എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ സഹായിക്കാൻ വരുന്നവരെ കൂടി ഇങ്ങനെ വെറുപ്പിക്കല്ലേ വി പി? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാനൊന്നും ചെയ്തില്ല. പാവം, ആകെ സങ്കടമായെന്ന് തോന്നുന്നു. വഴക്കു പറയേണ്ടിയിരുന്നില്ല ഗീത. വേണമെന്ന് കരുതിയതല്ല മുരളി, പക്ഷെ ഇതൊക്കെ കാണുമ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോവാ. സോറി മുരളി. പോട്ടെ, സാരമില്ല. അല്ല, പെട്ടെന്നെന്താ വി പിക്ക് മാളുവിനെ കാണണമെന്ന് തോന്നിയത്? എയർപോർട്ടിലേക്ക് പോകും വഴി മാളും ജോബിനും ഇവിടെ വന്നിരുന്നു. അവളെ നേരിൽ കണ്ടിട മുതൽ വി പിക്ക് അവളുടെ കാര്യമേ പറയാനുള്ളൂ. കുറച്ചു ദിവസമായി ഇപ്പൊ മോളുടെ കാര്യം മാത്രമാണ് വി പിക്ക് പറയാനുള്ളത്. അപ്പു എന്നൊരു വ്യക്തി വി പിയുടെ ഓർമ്മയിലില്ല. അപ്പുവിനെ കാണുന്നത് പോലും ഇഷ്ടമല്ല. അപ്പു ഇവിടില്ലേ? അവള് റൂമിലുണ്ട്. മുരളി വി പിയും കൊണ്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അവള് റൂമിലേക്ക് പോയതാ.
വരുന്ന വഴിക്ക് ബിപിയുടെ കണ്ണിൽ പെടണ്ടെന്ന് വെച്ച്. മാളുവും ജോബിനും വന്നപ്പോൾ അപ്പു ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. രണ്ടുപേരും കുറച്ചേരം സംസാരിച്ചിട്ടാ പോയത്. അവരുടെ പിണക്കമൊക്കെ മാറിയെന്ന് തോന്നുന്നു. ഞാനെന്നാ അപ്പുവിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. വാ. അപ്പു, അപ്പു, ആ അങ്കിള് ബിപിയും കൂട്ടി വരുന്നത് ഞാൻ കണ്ടു. താഴേക്ക് വരാഞ്ഞത് മനഃപൂർവ്വം. എന്നെ കണ്ടാൽ ചിലപ്പോ ബിപി വയലന്റ് ആവും. കാര്യങ്ങളൊക്കെ ഗീത പറഞ്ഞു. ഗീത വിപിയോട് ദേഷ്യപ്പെടണമെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാമല്ലോ. അപ്പുവിൻ്റെ അസുഖം ഇപ്പം എങ്ങനെയുണ്ട്? സർജറി വേണമെന്ന് ജോബിൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. സർജറിക്ക് ഇനിയും കുറച്ച് സമയം കൂടി വേണ്ടിവരുമെന്നാ ഡോക്ടർ പറഞ്ഞത്. പിന്നെ മെഡിസിൻ സ്ഥിരമുള്ളതുകൊണ്ട് ഇപ്പൊ കണ്ടീഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഞങ്ങൾ 2 രോഗികൾക്കിടയിൽ പാവ അമ്മ വല്ലാതെ വീർപ്പുമുട്ടുന്നുണ്ടെങ്കിൽ. അറിയാം. ഞാനും അശ്വതിയും എപ്പോഴും ആ കാര്യം പറയാറുണ്ട്. സത്യം പറഞ്ഞ ഗീതയെ ഫേസ് ചെയ്യാനുള്ള വിഷമം കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വരാത്തത്. മനഃപൂർവ്വം അല്ലെങ്കിലും കുറച്ചൊക്കെ തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു കുറ്റബോധം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല അങ്കിൾ. ഒരു കണക്കിന് ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് നിങ്ങളുടെയും കൂടെ ലൈഫിനെ ബാധിച്ചാണ്. ബിപിക്കിപ്പോ മാളുവിനോട് വല്ലാത്തൊരടുപ്പം തോന്നി തുടങ്ങിയിട്ടുണ്ട്. എയർപോർട്ടിലേക്ക് പോകുന്ന വഴി മാളുവും ഡോക്ടറും കൂടി ഇവിടെ വന്നിരുന്നു. ഗീത പറഞ്ഞു. അവളെ നേരിട്ട് കണ്ടപ്പോ ബിപിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും. അതാവും ഇന്ന് അവളെ അന്വേഷിച്ച് അവിടെ വന്നത്. യാത്ര കഴിഞ്ഞ് വന്നിട്ട് വേണമെങ്കിൽ മാളുവിനെ 1-2 ദിവസം പകലിവിടെ നിർത്താനുള്ള ഏർപ്പാട്. അതിന്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ. മാളുവിനോടുള്ള ഇഷ്ടത്തെക്കാൾ എന്നോടുള്ള വെറുപ്പും അകൽച്ചയാണ് ബിപി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപൂർവയും അപ്പുവും ബിപിയുടെ ഓർമ്മകളിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞു പോണം. അതിനുവേണ്ടിയുള്ള കുറുക്ക് വഴികളാണ് ഇതൊക്കെ. ബിപിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളോട് ചോദിക്കാൻ ഗീതയപ്പു മടിക്കരുത്. ആള് വന്നിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും അപ്പനോട് പറഞ്ഞോ? ഇല്ല അങ്കിൾ. അങ്കിൾ എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല. അപ്പുവിനോടായതുകൊണ്ട് പറയാമല്ലോ. കുറച്ച് ദിവസമായി അവൾക്ക് എന്തോ കുഴപ്പമുള്ളതുപോലൊരു തോന്നൽ. എന്തോ ഒരു കാര്യം അവളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നത് പോലെ. അപ്പുവിനോട് അതിനെപ്പറ്റി എന്തെങ്കിലും സൂചിപ്പിച്ചോന്നറിയാനാ. എന്താ അപ്പു, അങ്ങനെ എന്തെങ്കിലും നിന്റെ അറിവിലുണ്ടോ? അങ്കിളുടെ തോന്നൽ ശരിയാണ്. മാളുവിന് ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അത് അങ്കിള് കരുതും പോലെ ഒരു സീരിയസ് ഇഷ്യൂ ഒന്നുമല്ല. എന്താ അവളുടെ പ്രശ്നം അപ്പു? എന്തുണ്ടെങ്കിലും അവൾക്ക് ഞങ്ങളോട് തുറന്നു പറയാമല്ലോ. ശരിയാണ്. അങ്കിളിനോടോ അശ്വതി ആന്റിയോടോ അതുമല്ലെങ്കിൽ ജോബിൻ ഡോക്ടറോടോ പറഞ്ഞു തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ അവളങ്ങനെ തുറന്നു പറയാത്തത് മാളുവിന്റെ പേടിയുണ്ട്. തുറന്നു ചോദിക്കട്ടെ അപ്പു, ആ അരുൺ ഭാസ്കറിന് മാളുവിന്റെ ഇഷ്യൂവിൽ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ? അത് അങ്കിൾ എങ്ങനെ അറിഞ്ഞു? അവൻ ഒരു ദിവസം വീട്ടിൽ വന്നിരുന്നു. രാത്രിയിൽ ആരും അറിയാതെ മാളുവിനെ കാണാനാണ് എത്തിയത്. ഞാൻ ചോദിച്ചപ്പോ മാളു വിളിച്ചിട്ട് അവൻ വന്നതെന്ന് പറഞ്ഞു. നോ, അതവൻ കള്ളം പറഞ്ഞതാ. പഴയ റിലേഷന്റെ കാര്യം പറഞ്ഞ് മാളുവിനെ അവനൊന്ന് ഭീഷണിപ്പെടുത്തി നോക്കിയതാ. പക്ഷേ മാളു ഒരിക്കലും അവന്റെ ട്രാപ്പിൽ വീണിട്ടില്ല, ഇനി വീഴുകയില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. അതുമാത്രമല്ല, ഞാൻ അരുൺ ഭാസ്കറിനെ നേരിട്ട് കണ്ട് നല്ല രീതിയിലൊന്ന് വരട്ടിയിട്ടുണ്ട്. ഇനി അവന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് അവനായിട്ട് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്കിൾ ഇനി അക്കാര്യം ആലോചിച്ച് ടെൻഷൻ ആവണ്ട. താങ്ക്സ് അപ്പു. മാളു അറിയാതെ ഈ പ്രശ്നം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നോർത്ത് ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. അങ്കിൾ ഇനി ആ കാര്യത്തിൽ പേടിക്കണ്ട. അതിന് ഞാൻ ഗ്യാരണ്ടി പോരെ. അപ്പു പറഞ്ഞ എനിക്ക് വിശ്വാസം.
ആ പിന്നെ ഈ കാര്യം നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തു എന്നുള്ളത് മാളു ഒരിക്കലും അറിയരുത്. ആരും അറിയാതെ ഈ പ്രശ്നം സോൾവ് ആയെന്ന് അവൾ വിശ്വസിച്ചോട്ടെ. ശരി, ഞാൻ പറയില്ല. ശരിയപ്പോ എന്നാ ഞാൻ ഇറങ്ങട്ടെ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെയോ അശ്വതിയോ വിളിക്കാൻ മടിക്കരുത്, കേട്ടല്ലോ? പോട്ടെ. കേട്ടോ ടീച്ചറെ, VP മാളുവിനെ അന്വേഷിച്ച് വീട്ടിൽ വന്നുവെന്ന് അശ്വതി വിളിച്ചു പറഞ്ഞപ്പോഴേ സംഗതിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് അശ്വതിയോട് പറയുകയും ചെയ്തു. ഇതിലിപ്പോ എത്ര തലനാഴിഴ കയറി പരിശോധിക്കാൻ എന്തിരിക്കുന്നു ഇന്ദിരാമേ? അപ്പുവും മാളുവും ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേ. അപ്പുവിനെ കുറിച്ച് ഓർക്കുമ്പോ മാളുവിന്റെ കാര്യവും ഓർത്തു പോകുന്നത് സ്വാഭാവികമല്ലേ? അതിപ്പോ വിജയുടെ കാര്യത്തിൽ മാത്രമല്ല, ഗീതയുടെയും മുരളിയുടെയും അശ്വതിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാവും. അങ്ങനെയല്ലേ അപ്പുവിനെയും മാളുവിനെയും അവര് കണ്ടിട്ടുള്ളത്. എന്തിന് ഇന്ദിരാമയും ഞാനും പോലും അപ്പുവിന്റെ കാര്യം പറയുമ്പോ മാളുവിന്റെ കാര്യം ഓർക്കാതിരിക്കെങ്കിലും ചെയ്യുമോ?